ദിലീപിനെ ജയിലിൽ പോയി കാണുകയൊക്കെ ചെയ്തത് അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി, ഒരു MLA, ഞാൻ പറയുന്നത് ഏത് കോടതി വിധിയെയും നമ്മൾ മാനിക്കും. പിന്നെ ആ കോടതി വിധിയിൽ അപാകതയുണ്ട് എന്ന് സർക്കാരിന് തോന്നിയാൽ, പ്രോസിക്യൂഷന് തോന്നിയാൽ അപ്പീൽ പോകും എന്ന് നിയമമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും ഉള്ള ഒരു കാര്യമാണ്. ഏത് കേസിന്റെ വിധി വന്നാലും അതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിയല്ല, പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകും. അതിന് യാതൊരു സംശയവും വേണ്ട, അപ്പീൽ പോകുമല്ലോ. അപ്പീൽ പോകുന്ന നിയമമന്ത്രി പറഞ്ഞു, അദ്ദേഹം പറയാൻ ചുമതലപ്പെട്ട ആൾ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇനി ആശങ്കപ്പെടേണ്ട കാര്യം. ഏത് കോടതി വിധിയെയും സ്വീകരിക്കാനല്ലാതെ വിമർശിക്കാൻ ഒരു MLAക്കോ ഒരു മന്ത്രിക്കോ ഒരു ഭരണഘടനാപരമായ ചുമതല ഏറ്റെടുത്ത ആൾക്ക് കഴിയില്ല, പാടില്ല, ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അവിടെ അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല. കാരണം കോടതി വിധി മാനിക്കുക. അപ്പോൾ എന്നെ പറ്റിയാണ് വിധി വന്നാലും ശിരസാവഹിക്കുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ചുമതല. ഇന്ത്യയിലെ ഒരു പൗരന്റെ ചുമതല. കോടതി വിധികൾ നമ്മൾ പറയില്ല 4 സ്റ്റേറ്റ് എന്ന് പറയും, 4 തൂണുകളാണ് എന്ന് പറയും. ജനാധിപത്യത്തിൽ 4 തൂണുകളാണ്. ആ 4 തൂണുകളിൽ കോടതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്. ആ ഒരു പില്ലർ പറയുന്നത് എന്തും അനുസരിക്കാൻ ഒരു പൗരൻ ബാധ്യസ്ഥനാണ്, കൃത്യമായി കോടതി വിധി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. പിന്നെ അതിൽ 4ാമത്തെ തൂണും ബാക്കി 3 തൂണുകളും പറയുന്നതിൽ കാര്യമൊന്നുമില്ല. കോടതി പറയുന്ന അൾട്ടിമേറ്റ് വേർഡ്. അപ്പോൾ കോടതി വിധികളെ മാനിക്കുക. അതിന് അപ്പീൽ പോകണം വേണ്ടി തീരുമാനിക്കുന്ന പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സ് ആണ്, അവർ തീരുമാനിക്കും.